ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു സംവിധാനം വന്നത്. അപ്പൊ പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആൾക്കാർ പോവുള്ളൂ. വെറുതെ ഒരാൾ കയറി പോകില്ലല്ലോ. ആദ്യമായിട്ടൊരു സ്ത്രീകൾക്ക് ഇങ്ങനത്തെ സൗജന്യയാത്ര കിട്ടുന്നത് ഇവരെ ഉണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ കയറണ്ടേ, ആവശ്യത്തിന് ഉണ്ടാകുമ്പോൾ കയറിയല്ലോ പറ്റൂ. സർക്കാരെ ഈ സൗജന്യ യാത്ര എന്നാണല്ലോ പറയുന്നത്, സൗജന്യ യാത്രയാണല്ലോ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എല്ലാവരും കൂടി ഇതിൽ തള്ളിക്കയറി വരികയാണ്, അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടോ? അതൊന്നുമില്ല. ഞങ്ങളെ കൂടെ ഉള്ളവളെ തന്നെ ഇപ്പോൾ ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. എല്ലാ സ്ത്രീകളും വന്ന് തള്ളിക്കയറുന്നില്ല. അതൊന്നുമില്ല. ബസ്സിൽ തിരക്കൊന്നുമില്ലല്ലോ. ഇല്ല, അതൊന്നും കണ്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യം അത് ഉപയോഗപ്പെടുത്തുന്നു. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് പോകേണ്ടി പൈസ എടുത്ത് കയറും, അത്രയേ ഉള്ളൂ. അല്ലാതെ അനാവശ്യ യാത്രകളില്ല. ഇല്ല, അനാവശ്യ യാത്ര ഇതുവരെ പോയില്ല. രണ്ടാമട്ടാണ് കയറുന്നത്. ഒരു വട്ടം തിരുവനന്തപുരത്തു നിന്ന് താമരശ്ശേരിക്ക് പോകേണ്ടിയിട്ടൊന്ന് കയറി, തിരിച്ച് വരുമ്പോൾ ഇവിടേക്ക് കയറി പിന്നെ രണ്ടാമട്ടം സാധനം എടുക്കാൻ. അതായത് സൗജന്യം അനുവദിച്ചതിന് ശേഷം സ്ത്രീകൾ കൂടുതലായിട്ട് അനാവശ്യ യാത്ര. ഫ്രീയൊന്നും നമുക്കില്ല, ഫ്രീഡം ആവശ്യത്തിന് തന്നെ പോകാൻ നേരം കിട്ടില്ല, എന്നിട്ടാകുമ്പോൾ അല്ലാണ്ട് പോകാൻ. പ്രിയദർശിനി സൗജന്യ യാത്ര ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നത് സ്ത്രീകൾ അനാവശ്യമായി യാത്രകൾ നടത്തുന്നുണ്ട്, അത് ട്രാൻസ്പോർട്ട് വ്യവസായത്തെ തന്നെ തകർക്കുന്ന സാഹചര്യത്തിലാണ്. ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു സംവിധാനം വന്നത്. അപ്പൊ പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആൾക്കാർ പോവുള്ളൂ. വെറുതെ ഒരാൾ കയറി പോകില്ലല്ലോ. ആദ്യമായിട്ടൊരു സ്ത്രീകൾക്ക് ഇങ്ങനത്തെ സൗജന്യയാത്ര കിട്ടുന്നത് ഇവരെ ഉണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ കയറണ്ടേ, ആവശ്യത്തിന് ഉണ്ടാകുമ്പോൾ കയറിയല്ലോ പറ്റൂ. അതായത് മന്ത്രി പറയുന്ന പോലെ അനാവശ്യമായി യാത്രകൾ നടത്തുന്നില്ല, ആവശ്യത്തിനുള്ള യാത്രകളെ നടത്തും. ആവശ്യത്തിനുള്ള തന്നെ. അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് നല്ല കുറച്ചും കൂടി ഒരു സഹായമല്ലേ ഫ്രീ യാത്ര എന്നെല്ലാം പറയുമ്പോൾ. അത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ അത്രയും ചെലവാണ്. അപ്പോൾ കുറച്ചുകൂടെ ലാഭം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു യാത്ര സൗകര്യമല്ലേ. അപ്പോൾ അവരതിന് വേണ്ടിയിട്ടല്ലേ നിൽക്കുള്ളൂ. അതായത് സൗജന്യ യാത്ര ആയതിനു ശേഷം അനാവശ്യമായി കൂടുതൽ യാത്രകൾ നടത്തുന്നുണ്ടോ പൊതുവിൽ സ്ത്രീകൾ? ഇല്ല, ആവശ്യത്തിന് വേണ്ടി മാത്രമേ കയറാറുള്ളൂ. അനാവശ്യത്തിന് വേണ്ടി അങ്ങനെ കയറുന്ന കാണലില്ല. പക്ഷെ ബസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നെല്ലാം കാണുന്നുണ്ട്. അത് അവർക്ക് അവരൊരിതുകൊണ്ടായിരിക്കും, അനാവശ്യത്തിന് വേണ്ടി ആയിരിക്കില്ല. ഒന്നെങ്കിൽ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതോ ആ ഒരു ടൈമിലായിരിക്കും ബസ് ഉള്ളത്. കുറെ യാത്രകൾ നടത്തിയോ? ഞാനോ? ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ ഒരു കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഒരു ആഗ്രഹത്തിന്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ മന്ത്രിയുടെ പ്രസ്താവന ശരിയല്ല എന്നാ പറയുന്നത്. അല്ല, ശരിയല്ല. ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇവർ കയറിയത്, അല്ലാണ്ട് അനാവശ്യത്തിന് ഒരാൾ കയറൂലല്ലോ. പിന്നെ വേണമെങ്കിൽ ആഗ്രഹം കൊണ്ട് ചിലവർ കയറിയിട്ടുണ്ടാവാം. പൈസ ലാഭിക്കാൻ വിചാരിച്ചിട്ട് ചിലങ്ങൾ കയറിയായിരിക്കും, പൈസ വേണ്ടാതെ വിചാരിച്ചിട്ട് കയറിയായിരിക്കും. അപ്പം അനാവശ്യം നമുക്കറിയില്ല, അവർക്കെല്ലാം അറിയാൻ പറ്റില്ല അത് അനാവശ്യത്തിനായിട്ട് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമുക്കറിയില്ല, ഞങ്ങൾ ഇതുവരെ കയറിയിട്ടുമില്ല. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഈ യാത്ര കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. അവർക്ക് തന്നെയാണ് ഈ അധികം ഇതിനായിട്ടുള്ള പ്രയോജനം അവർക്ക് തന്നെയല്ലേ. അല്ലാത്ത ഞങ്ങളെ പോലത്തെ ഇതുവരെ കയറാൻ പറ്റിയില്ല, കയറിയിട്ടുമില്ല. മന്ത്രി പ്രസ്താവന പിൻവലിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ? എനിക്കറിയില്ല. ആവശ്യത്തിന് വേണ്ടിയിട്ടേ കയറിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പിൻവലിക്കണം എന്നുള്ളതല്ല, അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ടാന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ആളുകൾ മനസ്സിലാക്കണം, ആവശ്യത്തിന് വേണ്ടിയിട്ടാന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പ്രിയദർശിനി യാത്ര ഉണ്ടല്ലോ, സൗജന്യ യാത്രയാണ്. ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ പറയുന്നത് പ്രിയദർശിനിയിൽ സൗജന്യ യാത്ര അനുവദിച്ചതിന് ശേഷം സ്ത്രീകൾ അനാവശ്യമായിട്ട് യാത്രകൾ നടത്തുന്നു എന്നുള്ള. അങ്ങനെ അനാവശ്യ യാത്രകൾ സ്ത്രീകൾ നടത്തുന്നുണ്ടോ? അങ്ങനെയൊന്നും നടത്തുന്നില്ല. പിന്നെ ഈ എന്താ പറയുക, ഒരു സൗജന്യം കൊടുക്കുമ്പോൾ 60 വയസ്സിന് മേപ്പോട്ടുള്ള സ്ത്രീകൾക്ക് ഒരു സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. കാരണം ഉള്ള ആൾക്കാർ മൊത്തം ഇപ്പോൾ കയറി പോവാണല്ലോ, കുട്ടികളും മുതിർന്നവരും. ഈ എന്താ പറയുക, 2 ലക്ഷം രൂപ സാലറി വാങ്ങുന്നവരൊക്കെ കയറി പോവല്ലേ. അപ്പം അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു സൗജന്യം കൊടുക്കുമ്പോൾ ഒരു 60 വയസ്സിന് മേപ്പോട്ടുള്ള സ്ത്രീകൾക്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. എല്ലാവർക്കും സൗജന്യം വേണ്ടെന്നാണോ? എല്ലാവർക്കും സൗജന്യം വേണ്ടായിരുന്നു. കാരണം 60 വയസ്സിന് മേപ്പോട്ടുള്ള അവർക്കൊക്കെയാണല്ലോ പറ്റാത്ത. അല്ലാണ്ട് ഈ 2 ലക്ഷം രൂപയൊക്കെ വാങ്ങുന്നവർ വെറുതെ സൗജന്യ യാത്രയിൽ കയറി പോവല്ലേ. ഇപ്പോൾ മന്ത്രി പറയുന്നത് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിന് ശേഷം കുറേ സ്ത്രീകൾ അനാവശ്യമായിട്ട് യാത്രകൾ നടത്തുന്നു. അതായത് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഫീസ് കൊടുക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അങ്ങനത്തെ സാഹചര്യം ചെയ്യും. അതേസമയം ഇവിടെ അനാവശ്യമായിട്ട് യാത്രകൾ നടത്തുന്നു എന്നുള്ളത്. അങ്ങനെ നടത്തുന്നുണ്ടാവാം. കാരണം ഇപ്പോൾ എല്ലാ സ്ത്രീകളും ഇപ്പോൾ അവർക്കെന്തോ ഫ്രീഡം കിട്ടിയ പോലെയാണല്ലോ. ടൂറ് പോകുന്നു വയനാട്ടിൽ, ഇങ്ങനെ സൗജന്യ യാത്ര ആയതുകൊണ്ട് പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ നടത്തുന്നത് ശരിയല്ല. എന്നാലും എന്താ പറയുക, അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ
സൗജന്യ യാത്രയാണല്ലോ, അപ്പം എല്ലാവരും വേറെ വേറെ ടൂറുകൾ പോകുന്നുണ്ടാവും.